ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഡേയ്സ് വീക്സ് എല്ലാം വളരെ ഹെക്റ്റിക്കാണോ? മൺഡേ എന്ന് ഒരു ഡേ വരുമ്പോഴേക്കും നമുക്ക് വളരെയധികം മടുപ്പും സങ്കടവും ദേഷ്യമൊക്കെയാണോ വരുന്നത്? അങ്ങനെയാണെങ്കിൽ തന്നെ അതിൻ്റെ യഥാർത്ഥ കാരണം നമ്മളൊട്ടും പ്ലാൻഡ് അല്ലാത്തതുകൊണ്ടാണ്. നമ്മളൊരിക്കലും ഒരു വീക്കിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി റെഡി അല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ വീക്ക് വളരെ എൻജോയബിൾ ആക്കണമെങ്കിൽ നമ്മൾ ആ വീക്കിനെ വെൽക്കം ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം. വെറും 4 കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കൊരു അടിപൊളി വീക്ക് ഞാൻ ഓഫർ ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള 4 കാര്യങ്ങൾ. അതിൽ ആദ്യത്തെ കാര്യം പ്ലാൻ യുവർ വീക്കാണ്. നമ്മുടെ ഒരു ആഴ്ചയെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം. വെറുതെ ഒരാഴ്ച എങ്ങനെയെങ്കിലും കടന്നു പോകുന്നതിന് പകരം നമ്മൾ പ്ലാൻഡായിട്ട് ഈ ഒരാഴ്ചയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എഴുതി വയ്ക്കണം. നമുക്ക് ചിലപ്പോൾ തോന്നാം, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? അല്ലാതെ തന്നെ കാര്യങ്ങൾ നടക്കുമല്ലോ. ശരിയാണ്, അല്ലാതെയും കാര്യങ്ങൾ നടക്കും. പക്ഷേ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ളത് നമ്മുടെ മനസ്സിലിട്ട് മൈൻഡിനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം നമ്മളതൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കി നാളത്തെ കാര്യത്തെക്കുറിച്ച് മാത്രം നമ്മൾ ബോധറായാൽ മതിയല്ലോ. അതുകൊണ്ടാണ് നമ്മളത് പ്ലാൻ ചെയ്യണമെന്ന് പറയുന്നത്. നമുക്കൊരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കുക്കിംഗ്. അപ്പം നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം തന്നെ നമ്മളൊരു വീക്കിൽ ഒരു മീൽ പ്ലാൻ അങ്ങോട്ട് തയ്യാറാക്കി വയ്ക്കുക. അങ്ങനെ ആവുമ്പോൾ തന്നെ നമ്മുടെ വലിയൊരു ഭാരം അവിടെ അവസാനിച്ചു. ഒരാഴ്ച എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഓരോ ദിവസവും നാളെ എന്തുണ്ടാക്കണം, അതിനുള്ള സാധനങ്ങൾ വീട്ടിലുണ്ടോ, എങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തയിൽ നിന്നേ ഒഴിവാക്കാം. നമ്മൾ നമ്മുടെ വീക്ക്ലി മീൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം. അതിന് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ തയ്യാറാക്കിയാൽ മതി. ഇനി ഇതിനും കൂടി സമയം കണ്ടെത്തണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു വീക്കിലെ മീൽ പ്ലാൻ ചെയ്യാൻ ഒരു 5 മിനിറ്റ് മതിയാവും. അത് നമ്മളൊരു പേപ്പറിലേക്ക് എഴുതുന്നതോടുകൂടി നമ്മുടെ മൈൻഡും റിലാക്സ്ഡ് ആയിക്കഴിയും. ഇത് സ്ഥിരമായി ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിനൊന്നും ഒരു എക്സ്ട്രാ ടൈം എടുക്കുന്നത് പോലെ തോന്നേയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എഴുതി വച്ചിരിക്കുന്ന എല്ലാ വീക്കിലെയും കൂട്ടിച്ചേർത്ത് അടുത്തടുത്ത മന്തിൽ റിപ്പീറ്റായിട്ട് യൂസ് ചെയ്യാൻ കൂടി കഴിയും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത്, പ്ലാൻ യുവർ മീൽസ്. ചുമ്മാ നമ്മുടെ ഒരാഴ്ചയിലേക്ക് എന്തൊക്കെ മീൽസ് ഉണ്ടാക്കണമെന്ന് പ്ലാൻ ചെയ്ത് ആ പേപ്പർ എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ചിട്ട് കാര്യമില്ല. തൊട്ടടുത്തതായിട്ട് നമ്മൾ ചെയ്യണം, നമുക്ക് ഈ ആഴ്ചയിൽ ഉണ്ടാക്കാനുള്ള മീൽസിൻ്റെ പ്ലാനിന് ശേഷം അതിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്ത് വെക്കണം അതുകൂടി തയ്യാറാക്കണം. അപ്പോൾ അടുത്തതായിട്ടൊരു പർച്ചേസ് ലിസ്റ്റ് തയ്യാറാക്കാം. ഈ ഒരു പർച്ചേസ് ലിസ്റ്റായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അനാവശ്യമായിട്ട് ഒരുപാട് സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങി കാശ് നഷ്ടപ്പെടുത്തുന്നതിലും അത്യാവശ്യവും ആവശ്യമുള്ളത് മാത്രം വാങ്ങി സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു വീക്കിലേക്ക് വേണ്ടി കുറച്ച് മീൽ പ്രിപ്പിംഗ് കൂടെ ചെയ്ത് വെക്കാം. കുറച്ച് കാര്യങ്ങൾ ആദ്യം കുറച്ച് വെജിറ്റബിൾസൊക്കെ ഓൾറെഡി കട്ട് ചെയ്ത് വെക്കാം. നമുക്ക് കുക്ക് ചെയ്ത് വെക്കേണ്ട സാധനങ്ങൾ കുക്ക് ചെയ്ത് വെക്കാം. ഇങ്ങനെയൊക്കെ നിങ്ങൾ റെഡി ആണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് മോർണിംഗ്സിലുള്ള ആ ഒരു റഷ് നമുക്ക് വളരെയധികം ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ മീൽ പ്ലാൻ ചെയ്യുക, മീൽ പ്രിപ്പ് ചെയ്യുക, ഗ്രോസറി ലിസ്റ്റ് ഉണ്ടാക്കുക, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. ഇനി നമ്മൾ സമയം രാവിലെ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്നറിയോ? ഇന്ന് എന്തിടണം, ഇന്നത്തെ ഡ്രസ്സ് എന്താണ്, ഇന്നത്തെ ഔട്ട്ഫിറ്റ് എന്താണെന്ന് ചിന്തിച്ച് അതിന് വേണ്ട ഓർണമെൻറ്റ്സ് എന്താണെന്ന് ചിന്തിച്ച് നമുക്ക് കുറച്ച് അധികം സമയം പോകും. നമ്മൾ രാവിലെ ഒരു ഡ്രസ്സ് പ്ലാൻ ചെയ്ത് ഇടാൻ നോക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഷോൾ ഉണ്ടാവില്ല, പാൻറ് ഉണ്ടാവില്ല. കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ യൂണിഫോം ഉണ്ടാവും, പക്ഷേ ടൈ കാണാനില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. സോ ഒരിക്കലും ഇത് മോർണിംഗിലേക്ക് വെക്കരുത്. നമ്മൾ രാത്രി തന്നെ നമ്മുടെ ഡ്രസ്സ് അറേഞ്ച് ചെയ്ത് വെക്കണം. നാളെ ഇടേണ്ട ഡ്രസ്സ് രാത്രി തന്നെ എടുത്ത് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ അത് എടുത്തിടാൻ വളരെ കുറച്ച് സമയം മാത്രം മതി. കുട്ടികളുടേതാണെങ്കിലും എടുത്ത് നമ്മൾ സെറ്റാക്കി വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരെ കൊണ്ട് സെറ്റാക്കിപ്പിക്ക് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും കാര്യങ്ങൾ. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഔട്ട്ഫിറ്റ്സും കൂടെ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കെല്ലാം ഓരോ വീക്കിലേക്കുള്ളത് പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ച് ഡ്രസ്സപ്പ് ചെയ്യാവുന്നതാണ്.
ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ടായിരിക്കും മറ്റു കാര്യങ്ങൾക്ക്. പിന്നെ ഇതെല്ലാം ഒരു വീക്കെൻഡിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതെങ്കിലും നമുക്കാകെ ലീവ് കിട്ടുന്ന ഒരു സൺഡേ ഇത്തരം എല്ലാ കാര്യങ്ങളും കൂടെ ഒന്നിച്ച് ചെയ്ത് ഹെക്റ്റിക്കാക്കാതെ നമ്മൾ പ്ലാൻ ചെയ്ത് കുറച്ച് കാര്യങ്ങളെല്ലാം സാറ്റർഡേ പ്ലാൻ ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ സൺഡേ ചെയ്യുക. സൺഡേ മൊത്തം വീട് മൊത്തം ക്ലീൻ ചെയ്ത് ഈ ഒരു വീക്കിൽ ഇതുവരെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും സൺഡേ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യാതെ ആഴ്ചയിലുള്ള എല്ലാ ദിവസവും കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ക്ലീനിങ്, കുറച്ച് അറേഞ്ച്മെൻറ്റ്സ്, ഓർഗനൈസിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ല ഒരാഴ്ച, നല്ല റിലാക്സ്ഡ് ആയിട്ടൊരാഴ്ച ആക്കിയെടുക്കാൻ പറ്റും. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്കൊരു എക്സ്ട്രാ ബേർഡൻ ആയിട്ട് തോന്നുകയില്ല. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, അതിൻ്റെ അഭിപ്രായങ്ങളും അറിയിക്കുക. കൂടാതെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സജഷൻസ് കൂടി പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.